ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ അരിയൊക്കെ വാങ്ങിച്ച് കുറച്ച് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനുള്ളിലേക്ക് ചിലപ്പോൾ ഇതുപോലെ ചെള്ളുകൾ, വണ്ടുകൾ, അതുപോലെ ഈച്ചയും പ്രാണിയൊക്കെ കയറാനുള്ളൊരു സാധ്യതയുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ അരി നമുക്ക് കുറേ കാലം കൂടുതൽ സൂക്ഷിച്ച് വെച്ച് നല്ല ഫ്രഷായിട്ട് തന്നെ യൂസ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ടിപ്പ് നോക്കാം. നമ്മൾ തേങ്ങയൊക്കെ മുറിച്ചതിന് ശേഷം ബാക്കി വരുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ ചിലപ്പോൾ പുറത്തൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലേ. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ചിലപ്പോൾ അത് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ തേങ്ങയുടെ ഫുള്ളൊന്നും ഇതുപോലെ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിലായാലും നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു കേടും കൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, നമ്മളിത് പുറത്ത് വെച്ചാൽ ഇങ്ങനെ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മുടെ തേങ്ങയിരിക്കും ഒരു കേടും കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു അല്പം വിനാഗിരി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പുഴുങ്ങി എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ട പൊട്ടിയൊന്നും പോകാതെ തന്നെ നമുക്ക് നന്നായിട്ട് പുഴുങ്ങി കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ സവോളയൊക്കെ കറികൾക്കും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാറുണ്ടല്ലേ. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഞെട്ടിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കളയാതെ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ആ ഒരു സ്ലീവിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാത്രി സമയത്ത് നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ആ ഒരു ഹോളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പാറ്റ, അതുപോലെ പല്ലി, മറ്റ് പ്രാണികൾ, അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് വരത്തില്ല. അപ്പം നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ ഇതുപോലെ അരിയൊക്കെ വാങ്ങിച്ച് കുറച്ച് കൂടുതലൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിലേക്ക് പ്രാണിയും അതുപോലുള്ള ഈച്ച, വണ്ടൊക്കെ കയറാനുള്ള സാധ്യതയുണ്ടല്ലേ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ അരി അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ബേ ലീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. 1-2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് വണ്ട ഒന്നും കയറത്തില്ല. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വെളുത്തുള്ളി അല്ലികളായിട്ട് ഇതുപോലെ അടർത്തിയെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്താൽ ഈ ഒരു സ്മെല്ല് കൊണ്ട് അതിനകത്തുള്ളിലേക്ക് പ്രാണികളൊന്നും കയറാതിരിക്കും. ഇനി നമ്മൾ വെളുത്തുള്ളി അങ്ങനെ തന്നെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്കത് ഇതുപോലെ വെച്ച് കൊടുക്കാം. അടർത്തിയെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും വെച്ച് കൊടുക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ ഇതുപോലെ കുറച്ച് ഗ്രാമ്പൂ നമ്മുടെ അരിക്കുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ അരിക്കുള്ളിലേക്ക് പ്രാണിയും മറ്റൊന്നും കിടക്കാതെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അരിയൊക്കെ പെട്ടെന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഗ്രാമ്പൂ ഒക്കെ കയറി വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഗ്രാമ്പൂ ഒരു നൂലിൽ കെട്ടിയിട്ടൊരു മാല പോലെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ അരിക്കുള്ളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1 സ്പൂൺ. അതിലേക്ക് കുറച്ച് നമ്മുടെ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലൊന്ന് പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അരിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് പ്രാണിയോ അതുപോലെ വണ്ടോ ചെള്ളോ ഒന്നും നമ്മുടെ അരിക്കുള്ളിലേക്ക് വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് മഞ്ഞളുണ്ടെങ്കിൽ മഞ്ഞൾ അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് നമ്മുടെ കായത്തിൻ്റെ പൊടിയുടെ ഈ ഒരു ബോട്ടിലുണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് അരിക്കുള്ളിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മുടെ കായത്തിൻ്റെ പൊടി തീർന്ന ബോട്ടിലാണെങ്കിലും അതിൻ്റെ ആ ഒരു സ്മെല്ല് മാത്രം മതി. ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ ചെള്ളോ വണ്ടോ ഒന്നും നമ്മുടെ അരിക്കകത്തേക്ക് വരത്തില്ല കേട്ടോ. അടുത്ത് നമുക്കിതുപോലെ പുതിനയില ഉണ്ടെങ്കിൽ അതും നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പുതിനയിലയുടെ സ്മെല്ലടിച്ചിട്ട് ചെള്ളും വണ്ടും ഒന്നും നമ്മുടെ അരികിൽ കയറില്ല കേട്ടോ. പുതിനയില നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അരിയൊക്കെ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ അരി വാങ്ങുന്ന സമയത്ത് അതിനുള്ളിൽ മിക്കവാറും ചെള്ളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരെയൊക്കെ പെട്ടെന്ന് ഓടിക്കാനുള്ള ടിപ്പാണ് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി എടുക്കുക. അതിനുശേഷം ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ചെള്ളൊക്കെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവുകയും നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മുടെ അരി എപ്പോഴും. അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്